ചെറിയൊരു സൗണ്ട് കേട്ട് മോളെ വന്നു കാണുമായിരിക്കും. മോളെ ജനൽ തുറക്കട്ടെ കേട്ടോ, നമ്മൾ ഇതിനകത്തുണ്ടെന്ന് അറിയത്. ഈ വീട് പൊളിച്ച് കയറി വരും ഇങ്ങോട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റൂമിൽ നിൽക്കണ്ട, അങ്ങ് അറ്റത്തെ റൂമിൽ പോവാം. അവിടെ ഒറ്റ റൂമായിട്ടുണ്ടല്ലോ, അവിടെ പോവാം. ആ ശരിയാ, ഞാനും കണ്ടായിരുന്നു ആ റൂം. കുറച്ച് സേഫ്റ്റി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് വന്നാൽ ഇവിടെ. ഈ വീടിനകത്ത് എന്തായാലും ആളുണ്ട്. ഇവിടെ കുറെ കുട്ടികൾ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ ഈ ട്രെയിനും കൊണ്ട് എങ്ങനെ വീട്ടിനകത്തോട്ട് കയറും? ഒരു കാര്യം ചെയ്താലോ, ഞാൻ പക്ഷേട്ട് പറഞ്ഞെങ്കിൽ വീടിൻ്റെ മണ്ടയ്ക്കാനെ പോയി നോക്കാം, ആളുണ്ടോ ഇല്ലെന്ന് കൺഫേം ചെയ്യാമല്ലോ. ഇങ്ങനെ ഒറ്റ ട്രെയിനായിട്ട് നിന്നാക്കത്തില്ല, ഞാൻ മാറട്ടെ പക്ഷിയായിട്ട്. ഇപ്പോൾ ഓക്കെ ആയി. എൻ്റെ ബാക്കി ബോഗിയൊക്കെ അവിടെ കിടക്കട്ടെ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ വീടിനകത്ത് കയറി നോക്കട്ടെ. ഇത് ഇരുട്ടുമുറി വന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ബഹളം വെച്ച് സൗണ്ട് ഉണ്ടാക്കി എല്ലാവരെയും കൂടി ഇങ്ങോട്ട് വിളിച്ച് വരുത്താം. കോഴിക്കുഞ്ഞ് കരയാന്ന് വിചാരിച്ച് എല്ലാവരും വന്നോളും. ഞാനും എന്തോ മണ്ടത്തെ കാണിച്ചത്. ഇത്ര വലിയതായിട്ട് നിന്നിട്ട് കാര്യമില്ല, ചെറിയ കോഴിയായിട്ട് നിൽക്കാം. എന്താ പേടിക്കാൻ? കോഴിക്കുഞ്ഞ്, നല്ല കോഴിക്കുഞ്ഞില്ലേ, നമുക്കെടുത്ത് വളർത്തിയാലോ? നമുക്കെടുത്ത് വളർത്തൊന്നും വേണ്ട മക്കളെ, നിങ്ങളിങ്ങനെ മാറിയിരിക്കാം, ചിലപ്പോൾ കൊത്തും കേട്ടോ, എൻ്റെ വലിയ ചുണ്ടാ. പിന്നെ എങ്ങനെ കുട്ടുമ്പോൾ നമുക്ക് വെളിയിറങ്ങി പിടിക്കാൻ പറ്റുമോ? അത് പോയി മോനെ, അത് കാട്ടിച്ചാടി പോയി കാണുവാ, നമുക്ക് അപ്പുറത്ത് മുറിപ്പാ. നമുക്ക് മാർക്കറ്റിൽ നിന്ന് വേറെ വാങ്ങിക്കാമല്ലോ, കുട്ടുമോനെ വളർത്താൻ വേറെ വാങ്ങിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആളുണ്ടല്ലോ. എന്നെ കണ്ടിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല ഞാൻ ടർബോ ട്രെയിനാന്നുള്ളത്. മണ്ടന്മാർ, മണ്ടൻ കൊച്ചുങ്ങൾ. ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഈ ട്രെയിൻ അങ്ങോട്ട് ഇടിച്ചും കയറ്റാം. എന്താ 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 മണി? ട്രെയിൻ ഇടിച്ച് കയറ്റി ഇങ്ങോട്ട്, ഇനി അടുത്ത റൂമിലോട്ട് ഇടിച്ച് കയറ്റാം. എന്റെ പൊന്നെ, ഒരു വിധം നമ്മൾ രക്ഷപ്പെട്ടത്. നമ്മൾ കറക്റ്റ് സമയത്ത് ഇറങ്ങി ഓടിയത്, ആ വീട് മൊത്തം ഇടിച്ചു പൊളിച്ചു ആ ട്രെയിന്. നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം, അവര് വരുന്നുണ്ടോ എന്ന്. ഈ വഴിക്കായിരിക്കും മിക്കവാറും വരാൻ ചാൻസ്. ഒരുപാട് വഴികളുണ്ട് ഇവിടെ, ഏത് വഴിയാന്ന് അറിയത്തില്ലല്ലോ. ശരിയാ, നമ്മൾ ഇങ്ങോട്ടൊന്നും ഒരുപാട് വഴികളുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് ഉണ്ടായിരുന്നു. കാട്ടിലുള്ള കാട്ടുവഴികളാ, ഏത് വഴി കൂടെ വരുമെന്ന് അറിയത്തില്ലല്ലോ. ഏത് വഴി വന്നാലും നമ്മൾ നല്ല രക്ഷപ്പെട്ടല്ലോ. അവിടെ തന്നെ നിന്നായിരുന്നുള്ള അവസ്ഥ ചോദിക്കുക. ആ വീട് ഇപ്പൊ പൊടിഞ്ഞു കാണുന്നത്, അവിടെ പൊടിയാക്കിയ ട്രെയിൻ. അവന്മാര് വണ്ടി കൊണ്ട് വരുന്നുണ്ടോ? അതും ഇല്ലല്ലോ. പിന്നെ അല്ലേ ചേച്ചി, ഒരു വണ്ടി കൊണ്ട് വരാനുള്ളത് പിള്ളേരെ കൊണ്ടൊക്കെ പോവുകയും ചെയ്ത്. അത് ശരിയാ, പിള്ളേരെ വിളിച്ചിട്ട് പോയിട്ട് അവന്മാരെ അനക്കോട്ട് നോക്ക്. പിള്ളേരെ ഇവിടെ നമ്മളെങ്ങനെ അറിയും? ആർമിക്കാരാ മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ കാണിച്ച പരിപാടിയാണ്. നോക്കിക്കേ, പിള്ളേരെ കൊണ്ട് ഒറ്റയ്ക്ക് പോയത്. അല്ലെങ്കിൽ ആ ബസ്സിനകത്ത് നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, നമുക്ക് കയറിയിരിക്കാൻ. അവന്മാർക്ക് ഓരോ നിയമങ്ങൾ. ആദ്യം കുട്ടികളെ കൊണ്ടുപോകുക, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പിൽ നമ്മളെ കൊണ്ടുപോകുക. അതിനകത്ത് നമുക്ക് കയറി പോകുന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു വലിയ ബസ്സിനകത്ത്. കൊച്ചു പിള്ളേരെ മാത്രം 4, 3, 7 പേരെ കൊണ്ടുപോയി. എത്ര പേർക്ക് ഇരിക്കായിരുന്നു ബസ്സിൽ? അത് കറക്റ്റാണ് ചേട്ടൻ പറഞ്ഞത്. ബസ്സിനകത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിട്ട് നമ്മളെ അവർ കൊണ്ടുപോകാതെ നിയമം നോക്കി അവർ 2 ട്രിപ്പായിട്ടാണ് കൊണ്ടുപോയത്. ആദ്യത്തെ നിയമത്തിൽ പിന്നെ പിള്ളേരെ മാത്രം, പിന്നെ മുതിർന്നവരെ. എന്തിനിങ്ങനെ കാണിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് നീ പറഞ്ഞ കൊച്ചുങ്ങൾ അവിടെ അറിയാൻ പറ്റുന്നുണ്ടോ? അയ്യോ, അങ്ങോട്ട് നോക്കിയതോ സുനാമി തിരമാല പൊങ്ങി വരുവാ. അയ്യോ, നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഓടിക്കോ. നിർത്ത് വണ്ടി. സാറേ, ഇത് തന്നെയല്ലേ സാറേ സ്ഥലം? ഇത് തന്നെ. ഇതെന്താ സാറേ, ആരെയും കാണുന്നില്ലല്ലോ. ഇവരോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്. ഇവരിവിടെ നിന്നല്ലേ, ഇവരെവിടെ പോയി? സാറേ, ഇവിടെ തന്നെ വെള്ളം വന്നതിന്റെ പാടുണ്ട് കേട്ടോ.
വെള്ളം ദേ ഇങ്ങനെ അറ്റം വരെ ഉണ്ടല്ലോ. ഇതിന്റെ അടുത്ത് വരെ വെള്ളം ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ വെള്ളം കണ്ടോ അവർ പേടിച്ചോടിയായിരിക്കും എങ്ങോട്ടെങ്കിലും. അവർക്ക് അവരുടെ പിള്ളേരെ ഒന്നും കാണുന്നില്ലേ? കൊള്ളാൻ കാണിച്ച പരിപാടി. പിള്ളേരുടെ അടുത്ത് എത്തണമെന്നില്ലേ അവർക്ക്? എന്നിട്ട് അവർ ഈ സ്ഥലത്തുനിന്ന് മാറിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ വെള്ളം അതുപോലെ ഇല്ലേ കിടക്കുന്നത് കണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഭയന്ന് ഓടിയത്. നമുക്ക് വണ്ടി കൊണ്ട് അവരെ സെർച്ച് ചെയ്യാം. ശരി സാറേ, ഞാൻ വണ്ടി എടുക്കാൻ പോവാ. എനിക്ക് അവരുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്ക്കാം. നീ വണ്ടി വേഗം എടുക്ക്. സാറ് തിരിച്ച് നമ്മളിത് ഇവിടെ വന്നല്ലോ ആ പിള്ളേരുടെ അടുത്ത്. നീ ഇറങ്ങെന്തായാലും. ഇതെന്തുകൂടെ ആകെപ്പാടെ ഇവിടെ ഒരു മാറ്റം. സാറ് നമ്മൾ സ്ഥലം മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. എടാ ഇവിടെ അല്ലായിരുന്നോടാ മറ്റേ വീട്. ആ പിള്ളേരെ തള്ളയൊക്കെ നമ്മൾ കൊണ്ടുവിട്ടു ഇവിടെ അല്ലായിരുന്നോ? ഇത് നമ്മൾ ആ വീട് നോക്കിയിട്ട് കാണുന്നുണ്ട്. നീ വണ്ടി ഒന്ന് ബാക്കി എടുത്തേ. ഞാനൊന്ന് വണ്ടി ബാക്കി എടുക്കട്ടെ. എന്റെ പൊന്നു സാറ്, ഇതെന്താ ഇവിടെ നിന്നിടത്ത് വീട് ഇങ്ങനെ കിടക്കുന്നേ? എവിടെ? അയ്യോ ഇതെന്തോ ഇത്? അയ്യോ ആ പിള്ളേരെ തള്ള നമ്മൾ ഇവിടെ കൊണ്ടാക്കിയത്. ആ വീട് തന്നെ പൊളിഞ്ഞു കിടക്കുന്നത്. അയ്യോ ആ പിള്ളേരൊക്കെ ഇതിനകത്ത് ഇനി പെട്ടുപോയോ വീടിനകത്ത്? എന്തെങ്കിലും പറ്റിയോ? നമുക്ക് പെട്ടെന്ന് കയറി നോക്കാം വീടിനകത്ത്. സാറ് ഇത് ട്രെയിനിന്റെ കഷ്ണമൊക്കെ കിടക്കുന്നത്. ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? ഒരാളുടെ കൂടെ സൗണ്ട് കേൾക്കുന്നില്ല ഇതിനകത്ത്. എന്റെ ഉത്തരവാദിത്വം നമ്മളിനി ഏറ്റെടുക്കണമല്ലോ. അവർ അച്ഛനും അമ്മയോടൊക്കെ നമ്മൾ എന്ത് പറയും? ആ പിള്ളേരെ ഇവിടെ നമ്മൾ കൊണ്ടാക്കിയത്. സാറേ ഏറ്റ പണിയാണല്ലോ നമുക്ക് കിട്ടിയത്. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നത് എന്ന് പറ. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. ആദ്യം അവർ അച്ഛനും അമ്മയും കണ്ടെത്തിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയാം. അല്ല എന്ത് ചെയ്യുന്നേ, കുറ്റസമ്മതം നടത്താം നമുക്ക്. സാറേ നമ്മളത് മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ. നമ്മളാണെങ്കിൽ അവരെ ഇവിടെ കൊണ്ടാക്കി. ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന നമ്മുടെ കുറ്റം. നമ്മളല്ലേ ഈ വീട് പൊളിച്ചത്. അത് ശരിയാ, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. നമ്മളെന്തോ അവരെ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ പോയത്. നമുക്കെന്തായാലും അവർ അച്ഛനും അമ്മയോട് പറയാം. സാറേ വണ്ടി കയറ്. അവർ അച്ഛനും അമ്മയും അവിടെ ചെന്ന് തിരക്കിയിട്ട് അവിടെ കണ്ടില്ല. ഇവിടെ നോക്കിയപ്പോ ഇവരെയും കണ്ടില്ല. എന്തൊരു കഷ്ടമാണത്. നേരെ ഉരുട്ടി. ആ സാറുമാരങ്ങനെ വണ്ടി കൊണ്ട് വന്നാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. അവൻ ഏത് വഴിക്ക് പോയി കാണും നമ്മളെ അന്വേഷിച്ച്. അയ്യോ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കാണത്തില്ല. ആ വീടും ഇല്ല, പൊളിഞ്ഞു കിടക്കുന്നത്. എന്തൊക്കെ അവസ്ഥകളായത്. അയ്യോ ശരി, എന്നിട്ട് പിള്ളേരെ ആ കാട്ടിൽ വന്നിട്ട് അങ്ങോട്ട് നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അയ്യോ ആരായിരിക്കും? എന്റെ ദൈവമേ കാത്ത് നോമ്പ് അതും അല്ലേ വരുന്നത്. അയ്യോ മക്കളെ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ ദുരിതാശ്വാസിക്കാമല്ലേ അവന്മാർ ഉണ്ടാക്കിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞ അവന്മാർക്ക് അനാവസ്ഥയാണ്. അയ്യോ ആ സാറന്മാരെ നിങ്ങൾ വെറുതെ കുറ്റം പറയണ്ട. അവര് പാവങ്ങള്. അയ്യോ അവരൊന്നും ചെയ്തില്ല. ഞങ്ങളങ്ങനെ നല്ല സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കിയത്. പക്ഷെ അവിടെ ചെന്നപ്പോ എന്ത് ചെയ്യാന്ന് പറ, അവളോട്ടങ്ങനെ ബ്രെയിൻ റോട്ടായി വന്ന്. അയ്യോ അപ്പൊ സാറുമാർ എവിടെ ആയിരുന്നു? അമ്മണിയുടെ അതേ ഡ്യൂപ്പാണോ? അയ്യോ ശരിയാ ചേച്ചി, അമ്മണിയുടെ അതേപോലെ തന്നെ ഇരിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ കണ്ണു മാത്രമാണ് ഒരു വ്യത്യാസം. ഈ പിള്ളേർ പാവങ്ങള്. ആ രണ്ട് പിള്ളേരെ കണ്ടില്ലേ? അവരെ എങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുവന്നാ സാറുമാർ കൊണ്ടാക്കിയിരുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു വീട്ടില്. ഇവരെ ഇതുപോലെ എങ്കിൽ സുനാമി ബാധിത പ്രദേശത്തൊന്നും കൊണ്ടുവന്നാ സാറുമാര്. അയ്യോ പാവങ്ങള്. മക്കളുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ എത്തി. ആരതൊഴി നടത്തുന്ന സൗണ്ട് കേൾക്കുന്നത്? എന്തിനടി പേടിക്കും? നമ്മൾ ഇത്രയും പേരില്ലേ? അയ്യോ ഇത്രയും പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെന്നറിയോ? സഹൂറ ദൂരേന്ന് വരുന്നുണ്ട്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പോക്കാ. അയ്യോ ബ്രെയിൻ റോട്ടാണോ? അയ്യോ എന്നാ പിന്നെ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ചെയ്യുന്നേ? എനിക്കെന്തോ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടി തോന്നുന്നില്ല. എന്റെ പൊന്നെ, എന്നാലും പേടിച്ച് പറ്റത്തുള്ളൂ മക്കളെ. അയ്യോ സഹൂർ നേണ്ട കൊറേ പേരുണ്ട്. 5-6 സഹൂർ. എടി 5-6 അല്ലടി, 10-50 സഹൂറുണ്ട്. അത്രയും പേര് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ തുറസായ സ്ഥലത്ത് നിൽക്കുന്നത് അത്ര സേഫ് അല്ല. നമുക്കൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് ഒളിച്ചിരിക്കാം കാട്ടിലോട്ട്. എന്നാലും ഇത്ര സഹൂറൊക്കെ ഉണ്ടായിരുന്നു. 10-50 സഹൂർ. വെള്ളം എടുത്ത് പോ. ആ മരത്തിന്റെ ബാക്കി ഒളിക്ക്. പെട്ടെന്ന് പോ. തും 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 സഹൂർ വലുമായി പങ്കിലേക്ക്. എടാ ഇവിടെ നന്നായിട്ട് ഇവിടെ മനുഷ്യന്മാരുടെ മണം കിട്ടുന്നുണ്ടല്ലോ.
ഇവിടെ കുറെ മനുഷ്യരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലേടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. മനുഷ്യന്മാരുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും വകവരുത്താം. ഇന്ന് കുറെ മനുഷ്യന്മാരെ കിട്ടും. എത്ര നാളായി ഈ പെരുങ്കാട്ടിലോട്ട് മനുഷ്യന്മാർ വന്നിട്ട്. ഇവിടെ മനുഷ്യന്മാരുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നല്ല പണം കിട്ടുന്നുണ്ട് മനുഷ്യരുടെ. അതും നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ കാണും കേട്ടോ. നല്ല പണം. എടാ നമ്മുടെ മറ്റേ സഹോദരങ്ങളെല്ലാം വിളിക്കണ. ഒരു 100 പേരുണ്ടല്ലോ, അവരെല്ലാരും ഇങ്ങോട്ട് വിളിക്കട്ടെ ഇപ്പം. സഹോദരങ്ങളെ വരൂ, സഹോദരങ്ങളെ വരൂ, സഹോദരങ്ങളെ വരൂ. എടാ നോക്കടാ അങ്ങോട്ട്. ദോ ഇരിക്കുന്ന മരത്തിന്റെ വീട്ടിലെല്ലാരും. നേരത്തെ സംസാരം കേട്ടതോ? എല്ലാം ഉണ്ട്, എല്ലാத்தைയും പിടിച്ചിറക്ക്. കുറെ എണ്ണങ്ങളുണ്ട്. ഒറ്റ ഉണ്ടതിന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഞങ്ങൾ കീഴടക്കി കഴിഞ്ഞു. നമുക്ക് ഈ രക്ഷപ്പെടുന്ന ഒരു മാർഗം. എല്ലാ സഹോദരങ്ങളും നമ്മളെ പിടികൂടി. മക്കളെ മറ്റേ സാഹോദരന്റെ വണ്ടിയല്ലേ വരുന്നത്? അയ്യോ, നിങ്ങളൊക്കെ എങ്ങനെ ഈ കാട്ടി വന്നത്? ഇഷ്ടമാ സഹോദരൻ നിൽക്കുന്നത്. പെട്ടെന്ന് കയറെല്ലാരും. മക്കളെ വാ മക്കളെ, പെട്ടെന്ന് ബസ്സിൽ കയറ്. എല്ലാരും വണ്ടിക്കകത്ത് കയറുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി വിട്. നിക്കണോ അവിടെ? സഹോദരങ്ങളെ വെട്ടിച്ച് നീയൊക്കെ അവിടെ പോവാ. സാറേ പെട്ടെന്ന് സാറേ വണ്ടി കയറ് സാറേ. ആ സഹോദരെല്ലാം കൂടെ നമ്മളല്ലെങ്കിൽ ശരിയാക്കും. പെട്ടെന്ന് കയറ്. അവന്മാരുടെ രക്ഷപ്പെട്ടു കളഞ്ഞില്ലടാ ആ വണ്ടി വന്ന്. കൈ തന്നെ വിട്ടുപോയത്. നിങ്ങൾ ആ മനുഷ്യരെ കണ്ടോ? ഇതാരാ ടർബോ ട്രെയിനോ? നിങ്ങൾ ആരാ തിരയുന്നത്? കുറെ മനുഷ്യരാണോ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയവര്. ഞാൻ കുറെ നേരം കൊണ്ട് അവരെ പിന്തുടരുമായിരുന്നു. ഇപ്പൊ ഇനി ആരും പേടിക്കണ്ട കേട്ടോ. എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി സുനാമി വരത്തില്ല, ബ്രെയിൻ റോട്ട് ആനിമൽസും വരത്തില്ല. ഒന്നും പേടിക്കണ്ട. ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയല്ലോ. സാൽമാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഉപകാരം നിങ്ങൾ ചെയ്തത്. ഞങ്ങളെ നല്ല സുരക്ഷിത സ്ഥാനത്ത് ഏൽപ്പിച്ചില്ലേ? അയ്യോ, ഞങ്ങൾക്ക് നന്ദി ഒന്നും വേണ്ട. ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ. ഞങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തു, അത്രേ ഉള്ളൂ.